ഇത് ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ്. ഇതുപോലെ നമുക്ക് ഗ്രഹനിലകളില്ലേ, ആ ഗ്രഹനില എടുത്തു വെച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. ഇതിപ്പോൾ ജ്യോതിഷന്മാർക്കൊക്കെ ഈ ഫലപ്രവചനം നടത്തുമ്പോൾ പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏത് മാസത്തിൽ ജനിച്ചവരുടെ എന്ന് പറയാം, ഏത് നാളിൽ ജനിച്ചവരുടെ എന്ന് പറയാം. അല്ലാതെ ഇങ്ങനെ കുജൻ ഇതെല്ലാം നിൽക്കുന്നതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വെളിയിൽ കാണിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതികളിൽ. എപ്പോഴും കാലപുരുഷ ചാട്ടിൽ മേടൻ രാശിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ ഈ വെളിയിൽ കാണിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതികൾ, ഈ പറയുന്ന സമയത്തെ ഗ്രഹസ്ഥിതികൾ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഗ്രഹനിലയിലെ ഗ്രഹസ്ഥിതികൾ, അകത്തുള്ളത് പുറത്തുള്ളത് ഇപ്പോഴത്തതും. ഇതിന് ഗ്രഹചാരവശാൽ അല്ലെങ്കിൽ ചാരവശാൽ ഗ്രഹങ്ങൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ജാതകന് ചാരവശാൽ ഗ്രഹങ്ങൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജാതകത്തിൻ്റെ മിഥുനൻ രാശിയിലാണ് കുജൻ നിൽക്കുന്നത്. കുജന് മുകളിലാണ് ഗുരു വന്നിരിക്കുന്നത്. അതായത് ഗുരുസഞ്ചാരം കുജന് മുകളിൽ നമ്മുടെ ഗ്രഹനിലയിലെ അല്ലെങ്കിൽ നേറ്റൽ മാർസ് എന്ന് പറയും. ഈ നേറ്റൽ മാർസിൻ്റെ മുകളിലാണ് ഗുരു വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഫലം പറയും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആരും അത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ പേഴ്സണലായിട്ടൊരു ജ്യോതിഷിയെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കണം. അല്ലാതെ പൊതുഫലം പറയുമ്പോൾ ഇതൊരിക്കലും പറയാൻ പറ്റുകയില്ല. ഇന്ന മാസത്തിൽ ജനിച്ചവർക്കെന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ന നാളിൽ ജനിച്ചവർക്കെന്ന് പറയാം. അല്ലാതെ പറയാൻ പറ്റുകയില്ല. കാരണം ഇത് പല വ്യക്തികൾക്കും പലതായിരിക്കും. ഭൃഗുബിന്ദുവൊക്കെ നമ്മൾ ജഗന്നാഥ ഹൊറയിലൊക്കെ ചെല്ലാമെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടും. അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് ആ ഭൃഗുബിന്ദുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ആ വീഡിയോ ഇപ്പോൾ കാണുന്നില്ലെന്ന് തോന്നുന്നു, എന്നെങ്കിൽ പിന്നീട് ഇടുന്നതായിരിക്കും, അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഭൃഗുബിന്ദു ഒഴിച്ചുള്ളവരുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹനിലയിൽ ഇപ്പോൾ ഗുരു സഞ്ചരിക്കുന്നത് കുജൻ്റെ മുകളിലാണ്. അപ്പോൾ ഗുരു സഞ്ചാരം നമുക്ക് എളുപ്പമായതുകൊണ്ടാണ് ഇപ്പോൾ ഗുരുവിനെ തന്നെ എടുത്തത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഗുരു നമ്മുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ മണ്ടയ്ക്ക് സഞ്ചരിച്ചാലുള്ള ഫലങ്ങളാണ്. ചിലർക്ക് ഗ്രഹനിലയിൽ മിഥുനൻ രാശിയിൽ ശുക്രനായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ മിഥുന മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ രവി ആയിരിക്കും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ രവിയുടെ മണ്ടയ്ക്ക് ഗുരു സഞ്ചരിക്കുന്ന കാലമെന്ന് പറയും. എളുപ്പമാണ്, ഇത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഒരിച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ മിഥുന മാസത്തിൽ ബുധനാണ് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പറയും ബുധൻ്റെ മണ്ടയ്ക്ക് ഗുരു സഞ്ചരിക്കുന്ന കാലം. ഗുരു ട്രാൻസിറ്റ് ഓഫ് ജൂപ്പിറ്റർ ഓൺ നേറ്റൽ മെർക്കുറി. ഒരു 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ജാതകന് ഗുരുവിൻ്റെ മുകളിൽ ഗുരു സഞ്ചരിക്കുന്ന കാലമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കുജൻ്റെ മുകളിൽ ഗുരു സഞ്ചരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ കുജൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ജാതകർ ഇതെടുത്ത് വെച്ച് നോക്കണം. നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ഗ്രഹനില എടുത്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരുടെയൊക്കെ ഗ്രഹനില എടുത്ത് വെച്ചിട്ട് അവരുടെ ഏത് ഗ്രഹത്തിൻ്റെ മണ്ടയ്ക്കാണ് ഇപ്പോൾ ഗുരു സഞ്ചരിക്കുന്നത്, അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും പറയും. ഈ ഗുരുവിൻ്റെ എളുപ്പമായതുകൊണ്ടാണ് ഗുരുവിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ കാരകത്വങ്ങൾ നമ്മൾ നോക്കണം. ഗുരുവിൻ്റെ ഒരു മെയിൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളിൽ നല്ലതിനെ കൂട്ടുന്ന ഗ്രഹമാണ് ഗുരു. അതിൻ്റെ കുറച്ച് ചീത്ത വശങ്ങളെ കൂട്ടുന്ന ഗ്രഹം രാഹു ആവുമ്പോൾ നല്ല ഗുണങ്ങളെ കൂട്ടുന്ന ഗ്രഹമാണ് ഗുരു. ചൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഗുരു എല്ലാ കാരകത്വങ്ങളും കൂട്ടും. കൂടുതലും നല്ല കാരകത്വങ്ങളെ ആയിരിക്കും കൂട്ടുന്നത്, പക്ഷേ മറ്റു കാരകത്വങ്ങളെ കൂടി. ഇപ്പോൾ മലയാള മാസം മിഥുനമാസമില്ലേ, മിഥുനമാസത്തിൽ നമ്മുടെ സൂര്യൻ മിഥുനത്തിലായിരിക്കും. അങ്ങനെ ജാതകത്തിൽ ഈ മിഥുനത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ സൂര്യൻ്റെ മണ്ടയ്ക്കാണ് ഇപ്പോൾ ഗുരു സഞ്ചരിക്കുന്നത്. അപ്പോൾ സൂര്യൻ നമ്മൾ പെട്ടെന്ന് ഓർക്കണം, നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ ബോസ് അങ്ങനെയൊക്കെയുള്ളവരുടെ ഒരു ഗ്രഹമാണ് സൂര്യൻ. ഒരു അധികാരത്തിൻ്റെ ഗ്രഹമാണ് സൂര്യൻ. നമ്മൾ പ്രൊമോഷൻ, നമ്മുടെ ജോലിയുള്ള കഴിവുകൾ എങ്ങനെയൊക്കെയുള്ള, അതായത് ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് അതിനൊരു ഇച്ചിരി പ്രകാശം പരത്തുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ കാരകത്വങ്ങൾക്കെല്ലാം ഈ ഗുരു സഞ്ചരിക്കുമ്പോൾ ഒരു ഉണർവ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ കലാരംഗത്തുള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ ശോഭിക്കാൻ പറ്റും. നിങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ ബുദ്ധി പ്രയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല അധികാരമൊക്കെ ഉള്ള ജോലിയിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ അധികാരങ്ങൾ കിട്ടും. അതായത് മൊത്തത്തിൽ നമുക്കൊരു ബൂസ്റ്റ് ചെയ്യുന്ന കണക്ക് ഒരു അനുഭവം ഉണ്ടാകും. നമ്മുടെ എല്ലാ
ആ രവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഒരു ഉണർവ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പുതിയ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുക്കാനും പുതിയ പുതിയ ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണാം. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി പറയുന്നു, മിഥുന മാസത്തിൽ, അതായത് മലയാള മാസം മിഥുനത്തിൽ ജനിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരുടെ രവിയുടെ മണ്ടയ്ക്കാണ് ഇപ്പോൾ ഗുരു സഞ്ചരിക്കുന്നത്. അവർക്ക് പിന്നെ ഇപ്പോൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പുതിയ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ട് കഴിയും. ചിലർക്കാണെങ്കിൽ നല്ല പ്രശസ്തിയൊക്കെ ഉണ്ടാകും. അതുപോലെ ഇപ്പം കുട്ടികളുടെ ഒക്കെ ജാതകത്തിലാണിതെങ്കിൽ അവരൊക്കെ നല്ല അനുസരണയുള്ളവരായിട്ട് പെട്ടെന്ന് അവരുടെ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നിട്ട് അനുസരണയുള്ളവരായിട്ട് മാറുന്നതായിട്ട് കാണാം. കൂടുതൽ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ഒരുപാട് നാളായിട്ട് പോകാതിരുന്ന കുടുംബക്ഷേത്രങ്ങളിലേക്ക് ഒരു വിസിറ്റിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ വരാതിരുന്നവർക്ക് നാട്ടിൽ വരാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒത്തുചേരുന്നതായിട്ട് കാണാം. നല്ല ബലമുള്ള രവിയാണെങ്കിൽ നമുക്ക് നമ്മുടെ പഴയകാല ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്ക് പെട്ടെന്നൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ, അതുവരെ നമ്മൾ നിരാശയിൽ കഴിഞ്ഞിരുന്നതാണെങ്കിൽ പെട്ടെന്നൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ വരുന്നതായിട്ട് കാണാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കണം, ഭാവിയിലോട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്ലാൻ ചെയ്യേണ്ടത് ഇപ്പോഴാണ്. വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നതിനുള്ള കാലം കൂടിയാണ്. നമുക്ക് വളരെ നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് നാണിച്ചൊന്നും മാറി നിൽക്കാതെ എല്ലാ കാര്യത്തിലും മുൻപിട്ട് ഇറങ്ങണം. വലിയ വലിയ പൂജകളൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. പലരും നടത്തുകയും ചെയ്യും. VVIPകളൊക്കെ ഇല്ലേ, സമൂഹത്തിൻ്റെ മുൻനിരയിലൊക്കെ നിൽക്കുന്നവർ, അവരുമായിട്ടൊക്കെ ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ അവരുടെ ആയിട്ട് ഇടപെടി ജോലികളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ജാതകൻ്റെ അച്ഛൻ നല്ല നിലയിലൊക്കെ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാഹചര്യം, അവാർഡൊക്കെ കിട്ടാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് അവാർഡൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം വന്നു ചേരാം. ജാതകയ്ക്കായാലും അച്ഛനായാലും കൂടുതൽ കൂടുതൽ അമ്പലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ ജാതകയ്ക്കായാലും അല്ലെങ്കിൽ പിതാവിനായാലും അല്ലെങ്കിൽ സമന്മാരില്ലേ അവർക്കായാലും ഒക്കെ ഈ ജോലിയിൽ പ്രൊമോഷൻ, ജോലിയിൽ കൂടുതൽ ശമ്പള വർധനവ് ഇതൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ബുദ്ധിയൊക്കെ ഇച്ചിരൂടെ കൂടുന്നതായിട്ട് കാണാം. അതുപോലെ ആണെങ്കിൽ ആ കൂർമ്മ ബുദ്ധി അതും കൂടുന്നതായിട്ട് കാണാം. പക്ഷേ സൂര്യൻ നല്ലതായിരിക്കണം. സൂര്യൻ അത്ര നല്ലതല്ലെങ്കിൽ വിപരീത ഫലങ്ങളും ഉണ്ടാകാം. അതിപ്പോൾ സൂര്യൻ്റെ ബലം അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരുമേ. അവാർഡൊക്കെ കിട്ടേണ്ടവർക്ക് ചിലപ്പോൾ കിട്ടാതെയൊക്കെ ഇരിക്കത്തില്ല. അത് വേറുള്ള ഗ്രഹങ്ങളുടെ ഒരു ഗ്രഹസ്ഥിതി വെച്ചാണ്. ഈ ഗ്രഹസ്ഥിതി വെച്ചാണെങ്കിൽ കിട്ടാനാണ് ചാൻസ് കൂടുതലും. ജാതകത്തിലെ സൂര്യൻ്റെ ബലം നോക്കണം. എന്നിട്ട് സൂര്യൻ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടോ അങ്ങനെ മറ്റു കാര്യങ്ങൾ നോക്കുന്നതെല്ലാം നമ്മൾ ഇവിടെയും നോക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ ഒരു ഇച്ചിരി ഗമ പോലെ നമുക്ക് തോന്നാം. അതായത് അവർ അവരുടെ ആ അച്ചീവ്മെൻറ്റ്സിലൊക്കെ നല്ല ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മേടത്തിലെ സൂര്യൻ്റെയൊക്കെ മുകളിൽ കൂടെയാണ് ഗുരു സഞ്ചരിക്കുന്നതെങ്കിൽ അവർക്ക് വലിയ വലിയ അവാർഡുകളൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ കഴിവ് വളർത്തിയെങ്കിലേ അത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ സമയത്ത് ജനിച്ച കുറേ പേര് കാണും ലോകത്ത്. അപ്പോൾ നമ്മളെ വ്യത്യാസമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, ശ്വസിക്കുന്ന വായു, ഇതൊക്കെയാണ്. പലപ്പോഴും നമ്മളെ സഹോദരങ്ങളൊന്നും നമ്മളെ വേണ്ടത്ര ഗൗനിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്താഗതി വരാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഗുരു പോയി കഴിഞ്ഞാൽ പിന്നീട് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും അതേ രാശിയിൽ ഗുരു വരിക. അത് നമ്മൾ ഓർക്കണം. ഓം നമഃ ശിവായ.